അടിപൊളി കാറ്റാടി. ലൈം സോഡയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ആളില്ലല്ലോ. ഓക്കെ, ആ ചെറുക്കൻ അവിടെ പോയി കേട്ടോ. ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ തോന്നുന്നു. എവിടുമ്മ കുറവാ. விசில் எவ்வளோன்னு கேட்குறாரு. விசில் 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 20-30 வேணுங்களா? விசில் வேணுங்களா? நான் பெரிய விசில் 20, சின்ன விசில் 30. 4 പീസ് 30 രൂപ അല്ലേ? 4 പീസ് 30 രൂപ, 4 പീസ് 30 രൂപയാ? കപ്പ് അപ്പടിയേ കപ്പ്. ആ ഹാ, കപ്പ് ഒരു കപ്പ് 30 രൂപ. ഒരു കപ്പ് 30. ആ ഓക്കെ, ശരി, താങ്ക് യു. ഇതൊക്കെ കഴിക്കാൻ തോന്നും. ഒരു കാർബോർഡിലാണ് പൊതിഞ്ഞത്. കാർബോർഡല്ലേ? അതെ, പൊതിഞ്ഞ് തന്നിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല. വാട്ടർ മിലണല്ലേ, 4 പീസിൽ ഒരെണ്ണത്തിന് മാത്രം മധുരം ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം മധുരം പോയതാണ്. ഞാൻ കളഞ്ഞു കേട്ടോ. ഞാൻ ശരിക്കും നേരത്തെ ബസ്സിൽ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു തോട് പോലെ കണ്ടിരുന്നു. അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം എന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് കേട്ടോ. ഞാനിപ്പോൾ ഡാമിന് പുറത്താണ്. നോക്കാം, അടുത്തെത്താറായി. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഡാമിന് തൊട്ടടുത്ത് കേട്ടോ. ഈ ഡാം കാണാൻ വരുന്ന ആളുകൾക്ക് MR മോഹൻകുമാർ മലയാളിയാണോ? ആയിരിക്കാം. അല്ല, തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ. പൈപ്പ് പൊട്ടി കിടക്കുന്നു, വെള്ളം മൊത്തം പോവാണ് കേട്ടോ, കുടിവെള്ളം. ഈ പാലത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. പുഴ തന്നെയാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ. ആ ക്ഷേത്രത്തിലേക്ക് പോകണം. അവിടെ കുളിക്കേണ്ട സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടികൾ ഇടയ്ക്കോടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പാലത്തിൽ നിൽക്കുന്നില്ല. പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഈ പുഴ. ഇതാ കണ്ടോ, നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ, അത്ര തീരെ മോശം അല്ല. ഇത് ആ റിസർവോയറിൽ നിന്ന്, അതായത് നമ്മൾ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ, ചാടുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ. അടിപൊളി. അതാണ് ഡാം. നമ്മൾ നേരത്തെ പോയ സ്ഥലങ്ങളാണ് കേട്ടോ, ആഴിയാർ ഡാം. ഈ ഭാഗത്താണ് ഞാൻ ആ അമ്പലം കണ്ടത് കേട്ടോ. ഇവിടെ കാണുന്നില്ലല്ലോ, കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം. ഇതതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ, നമ്മുടെ ആളിയാർ ഡാമിൻ്റെ വിന്നർ ഫാൾ എന്ന് പറയും. പേരൊക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ ചാടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാന്നേ, മിസ്സായി. നമുക്ക് കുളിക്കണമെങ്കിൽ ഇതേ അതുവഴി ഇറങ്ങേണ്ടി വരും. പക്ഷെ പിള്ളേരൊക്കെ ഇവിടുന്ന് ഞങ്ങൾ ചാടുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല വീരമുണ്ട്. ഇവിടെ ഞങ്ങൾ ചാടുകയാണ്, എടുത്ത് ചാടുകയാണ് കൊണ്ടുവരും. അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു പരിധി വിട്ടുള്ള വെള്ളം പുറത്തോട്ട് വരുന്നില്ല, അതുകൊണ്ട് അടിപൊളിയാണ്. ഇവിടുന്ന് കുളിച്ചിട്ടേ പോകുന്നില്ല കേട്ടോ. പിള്ളേരൊക്കെ ഈ നാട്ടുകാരാണ് കേട്ടോ. നമ്മളാണ് പുറത്തുനിന്ന് വന്നിരിക്കുന്നത്. മര്യാദക്കാരാകൊണ്ട് നമ്മളാണ്. ഞാൻ വെള്ളത്തിലിറങ്ങുന്നില്ല. വെള്ളത്തിലിറങ്ങി കണ്ടില്ലേ, വെള്ളത്തിലിറങ്ങി, പക്ഷെ മര്യാദയ്ക്ക് കുളിച്ചങ്ങ് പോകുന്നു കേട്ടോ. ഈ ഭാഗത്ത് വലിയ ആഴമൊന്നുമില്ല കേട്ടോ, ചെറിയ ആഴമല്ലോ. അതായത് ഈ കോൺക്രീറ്റ് ഇല്ലേ, ഈ കോൺക്രീറ്റിൻ്റെ ഒരു തിക്നെസ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ആഴത്തിന്. ഇതാണ് ആലിയാർ പുഴ കേട്ടോ, ആലിയാർ റിവറാണിത്.
അടിപൊളിയല്ലേ? ഞാൻ ആ ഭാഗത്തൊന്നും വീഡിയോ എടുക്കാൻ എന്താണെന്ന് അറിയോ, അവിടെ ലേഡീസൊക്കെ കുളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഈ നാട്ടുകാർ തന്നെയാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം എടുത്തിട്ട് പൊട്ടിക്കും എല്ലാ ആൾക്കാരും കൂടി, അതുകൊണ്ട് എടുക്കുന്ന. ഞാൻ കുളിക്കുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം മഴ വരുന്നുണ്ട്, ബാഗ് തന്നെ ഒരു പ്രശ്നമാണ്. ബാഗ് നനഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പോവാണ് തിരിച്ച് കുളിക്കാതെ. ആ ക്ഷേത്രം അടച്ചിരിക്കുകയാണ് കേട്ടോ. അതിവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ആൾക്കാരുടെ മാത്രം ക്ഷേത്രമാണെന്ന് തോന്നുന്നു. എന്താ പറയുക, കുടുംബക്ഷേത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത കണ്ടില്ലേ, വാൽപ്പാറയിൽ ബസ് മറിഞ്ഞ് 31 പേർക്ക് പരിക്ക് എന്നൊക്കെ കേട്ടില്ലേ, 28 പേർക്ക് പരിക്ക് എന്നൊക്കെ കേട്ടില്ലേ. അതവിടെയാണ് കേട്ടോ. 31ാമത്തെ ഹെയർ പിൻ പറ്റി. ഇത് പൊള്ളാച്ചി പോകുന്ന ബസ്സാണ് കേട്ടോ.